അപ്പം ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പ്രിപ്പറേഷൻ തന്നെ തയ്യാറാക്കാം. എല്ലാവരും മഴയുടെ ആ ഒരു സമയമായതുകൊണ്ട് ചുരുണ്ടുകൂടി എവിടെയെങ്കിലും ഇരിക്കാനായിരിക്കും എല്ലാവർക്കും ഇഷ്ടമുള്ളത്. എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പാൽക്കപ്പ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അപ്ലോഡ് ചെയ്ത പാൽക്കപ്പയുടെ കൂടെ കഴിക്കാൻ ഞാൻ ഉണ്ടാക്കിയതായിട്ടുള്ളൊരു ചിക്കൻ കറിയുടെ പ്രിപ്പറേഷനാണ്. ആ ഒരു ചിക്കൻ കറിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കത് എല്ലാവിധ ഫുഡിൻ്റെ കൂടെയും നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. വളരെ സോഫ്റ്റായിട്ട്, ടേസ്റ്റി ആയിട്ട്, ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു ചിക്കൻ കറി കൂടിയാണ്. എങ്ങനെയാണ് ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള, ഈസി ആയിട്ടുള്ള ചിക്കൻ കറി തയ്യാറാക്കാം എന്ന് കണ്ടു നോക്കാം. പ്രിപ്പറേഷനിലോട്ട് പോകാം. വീഡിയോ ഈ ഒരു നാടൻ രീതിയിൽ തയ്യാറാക്കുന്ന ചിക്കൻ കറിക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 700 ഗ്രാം ചിക്കനാണ്. അത് കുറച്ച് വലിയ പീസുകളായിട്ട് കട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് നമുക്ക് ഫസ്റ്റ് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കാം. നല്ലപോലെ തന്നെ മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ നമുക്ക് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ പീസുകൾ നമുക്കിനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് നേരം ഫ്രൈ ചെയ്യേണ്ട, ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് അത്രയും മതിയാവും. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കോക്കനട്ട് ഓയിൽ നമ്മൾ ചേർത്ത് കൊടുത്തു. അതിലേക്ക് നമുക്ക് ചിക്കൻ പീസുകൾ ചേർത്ത് കൊടുക്കാം. ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മളിതൊന്ന് മറച്ചിട്ട് കൊടുക്കണം. ഇത് വന്നിട്ട് നല്ല ഹൈ ഹീറ്റിൽ വേണം നമ്മളിത് ഫ്രൈ ചെയ്യാനായിട്ട്, മനസ്സിലായോ? അപ്പം പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്തെടുക്കണം എന്നാണ്, അല്ലാതെ അങ്ങ് മൊരിച്ചെടുക്കണ്ട. അപ്പം നമ്മളിതെല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് ചതച്ചെടുക്കണം. ഇഞ്ചി, പച്ചമുളക്, അതുപോലെ വെളുത്തുള്ളി, ഇത്രയും ചതച്ചെടുക്കണം. അപ്പം ഒരു 7-8 അല്ലി വലിയതായിട്ടുള്ള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം ഒന്ന് ചതച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് 2 ചെറിയ പീസ് ഇഞ്ചി ചതച്ചെടുക്കാം. അതിൽ കൂടെ തന്നെ 3 പച്ചമുളകും കൂടെ ചതച്ചെടുക്കേണ്ടതാണ്. ഈ ഒരു അളവിനുള്ള 2 പീസ് ഇഞ്ചി നമ്മൾ ചതച്ചെടുക്കാനായിട്ട് ഇടുകയാണ്. അതും കൂടെ ചതച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ഓയിലോട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. അതിൽ കൂടെ തന്നെ നമുക്ക് 2-3 പീസ് പട്ട ചെറുതായിട്ട് പൊട്ടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതൊന്ന് പൊട്ടി വരുമ്പം നമ്മൾ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, അതുപോലെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം പച്ചമണം മാറി വരുമ്പം നമ്മൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള 4 മീഡിയം സൈസ് ചേർത്ത് കൊടുക്കുകയാണ്. വലുതാണെങ്കിൽ 3 മതിയാവും. ഒറ്റ ഇതളുകളായിട്ട് വേണം ഇടാനായിട്ട്. 3 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ തന്നെ നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഈ ഒരു സ്റ്റേജ് വരെ നമ്മൾ വഴറ്റിയെടുക്കണം. നല്ല ബ്രൗൺ കളറായിട്ട് റോസ്റ്റ് ചെയ്തതുപോലെ തന്നെ എടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർക്കുമ്പോൾ നല്ലപോലെ തന്നെ ഫ്ലെയിം കുറച്ച് വെക്കേണ്ടതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിൽ കൂടെ തന്നെ നമുക്കിനി ചേർക്കേണ്ടതായിട്ടുള്ളത് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ്. ഇതിൽ കൂടെ തന്നെ നമുക്കിനി 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് മീഡിയം സൈസ് 2 ടൊമാറ്റോ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. വലിയ ടൊമാറ്റോ ആണെങ്കിൽ 1.5 മതിയാകും. നല്ലപോലെ തന്നെ ഇത് വഴറ്റിയെടുക്കേണ്ടതാണ്. ടൊമാറ്റോ ഒന്ന് ഉടഞ്ഞു വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ചിക്കൻ പീസുകൾ ഇതിലോട്ട് ചേർക്കാൻ കഴിയത്തുള്ളൂ.
ഇനി നമുക്ക് ഇതൊന്ന് ലിഡ് ക്ലോസ് ചെയ്ത് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ടൊമാറ്റോ ഒന്ന് ഉടഞ്ഞ് വരണതിന് വേണ്ടി നമുക്ക് കുറച്ച് സമയം കൊടുക്കാം. അപ്പോൾ നല്ലപോലെ തന്നെ ടൊമാറ്റോയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ പീസുകൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചിക്കൻ പീസുകൾ ചേർത്തതിന് ശേഷം നല്ലപോലെ തന്നെ ആ മസാല അതിൽ വരണ്ട് വരുന്ന രീതിയിൽ ഒന്ന് വരട്ടിയെടുക്കണം. നല്ലപോലെ അരപ്പ് പിടിച്ചു വരുന്ന രീതിയിൽ നമ്മളൊന്ന് അരപ്പുമായിട്ട് ചേർത്ത് യോജിപ്പിച്ചെടുക്കേണ്ടതാണ് ചിക്കൻ. അപ്പം നല്ലപോലെ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തേങ്ങാപ്പാൽ 2.5 കപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഗ്രേവിയുടെ തിക്നെസ് അനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. ഈ ഒരു തേങ്ങാപ്പാലിൽ കിടന്ന് കുറുകി കുറച്ചൊന്ന് തിക്കായിട്ട് വരണം നമ്മുടെ ആ ഒരു ചിക്കൻ കറി. ഒന്ന് യോജിപ്പിച്ചെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എരിവ് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇനി ഇത് നല്ലപോലെ തന്നെ ഒന്ന് കൂട്ടി യോജിപ്പിക്കേണ്ടതാണ്. ഈ തേങ്ങാപ്പാലിൽ കുറുകി വരണ അനുസരിച്ച് വേണം നമ്മുടെ ചിക്കൻ കറിയുടെ രുചി ഇരിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവിയുടെ തിക്നെസ് നിങ്ങൾ നോക്കി വേണം എടുക്കാനായിട്ട്. ഇതൊന്ന് വറ്റി വരട്ടെ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാവുന്നതാണ്. കറിവേപ്പില എത്ര ചേർത്ത് കൊടുക്കുന്നു അത്രയും സ്വാദ് കൂടും. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നാടൻ രീതിയിൽ തയ്യാറാക്കിയ തേങ്ങാപ്പാൽ ചേർത്ത ചിക്കൻ കറി സ്വാദിഷ്ടമായിട്ട് തന്നെ ആർക്കും തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പം പാൽക്കപ്പയുടെ കൂടെ കഴിക്കാനായിട്ടാണ് ഈ ഒരു ചിക്കൻ കറി തയ്യാറാക്കിയത്. നമുക്കിത് എല്ലാവിധ ഫുഡിൻ്റെ കൂടെയും നമുക്ക് സെർവ് ചെയ്യാൻ കഴിയുന്നതാണ്.